ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് റോഷനെ മീറ്റ് ചെയ്യാൻ പോവാണ്. വെസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് കേട്ടോ മീറ്റ് ചെയ്യുന്നത്. സാധാരണ ഞങ്ങൾ പാരമട്ടയിലാണ് പോകുന്നത്, അവിടുത്തെ വെസ്റ്റ് ഫീൽഡിലാണ് പോകുന്നത്. ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചു, വെസ്റ്റ് പോയിന്റ് ബ്ലാക്ക് ടൗണിൽ പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. നാട്ടിൽ നിന്ന് വന്നിട്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അവളെ ഒന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുപാടൊന്നും മീറ്റ് ചെയ്യാത്ത ആൾക്കാരാണ്, കാരണം അവൾ എപ്പോഴും ബിസി ആയിരിക്കും. 10 മണിക്ക് വെസ്റ്റ് പോയിന്റ് എത്താനായിരുന്നു ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. പിന്നെ അത് മാറ്റി 10:15 അപ്പോൾ ഇവിടെ എനിക്ക് 9:43 ഒരു ബസ്സുണ്ട്. എൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു ബസ്, തൊട്ട് ഓപ്പോസിറ്റിൽ നിന്ന് കുറച്ച് നടന്നാൽ നമുക്ക് എൻ്റെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് ബ്ലാക്ക് ടൗൺ സ്റ്റേഷനെത്തും. അവിടെ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. അവിടെ തന്നെയാണ് വെസ്റ്റ് പോയിന്റും. സമയം 9:35 ഞാൻ ഇറങ്ങട്ടെ. വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. 9:43 അയ്യോ നല്ല വെയിൽ. 9:43 ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം 9:43 ഇതുവരെ വന്നിട്ടില്ല. നോക്കാം. ഇവിടെ കൃത്യനിഷ്ഠത പാലിക്കുന്ന ആൾക്കാരാണ് സാധാരണ. വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പോകേണ്ട ബസ്സല്ലായിരുന്നു കേട്ടോ അത്. എനിക്ക് പോകേണ്ട ബസ് ഇതുവരെ വന്നില്ല. അത് വേറൊരു ബസ്സാണ്, വേറെ റൂട്ടിൽ പോകുന്ന ബസ്സാണ് കേട്ടോ. എനിക്ക് 7:31 എന്ന് പറഞ്ഞൊരു ബസ്സിലാണ് പോകേണ്ടുന്നത്. 9:46 ഇതുവരെ വന്നില്ല കേട്ടോ ബസ്. നല്ല വെയിൽ. അതും ഞാൻ കുറച്ചൊന്ന് മാറി നിൽക്കുകയാണ്. ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അവിടെ നല്ല തണലുണ്ട്. ഞാനാണെങ്കിൽ സ്വെറ്റർ എടുത്തിട്ട് പണ്ടാരം. നല്ല ചൂട്. ഇതൊട്ട് ഊരി എവിടെ വെക്കണം എന്ന് എനിക്ക് അറിയത്തുമില്ല. ഫൈനലി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഐ ഹോപ്പ് അതെൻ്റെ വണ്ടി തന്നെയാണെന്ന്. ഹോപ്സോ. ഒരു ബസ് വരുന്നുണ്ട്, അതേതാന്ന് നോക്കാമേ. 7:31 ആണ്. ഫൈനലി എനിക്ക് പോകേണ്ട ബസ് വന്നു കേട്ടോ. അങ്ങനെ ഞാൻ വെസ്റ്റ് പോയിന്റ് എത്തി. അവൾ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൾ കാർ എടുത്തു കേട്ടോ. അപ്പോൾ അവൾ നേരത്തെ എത്തി. അപ്പം ഞാൻ അങ്ങോട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ കേമാട്ടി നിൽപ്പുണ്ടെന്നാണ് പറഞ്ഞത്. ഇതാണ് വെസ്റ്റ് പോയിന്റ്. കെമിസ്റ്റ് വെയർ ഹൗസിലൂടെ കയറാനാണ് പറഞ്ഞത്. ആക്ച്വലി 4th ഫ്ലോറിലാണ്. We're going to be quick because we have sold out of a couple of brands today. I think Taboo's sold out. ഫൈനലി ഞാൻ റോഷനിനെ കണ്ടുമുട്ടി. ഇവള് 4th ഫ്ലോറിലാണെന്ന് പറഞ്ഞിട്ട് ഇവള് വന്ന് നിന്നത് 3rd ഫ്ലോറിൽ. ഫ്ലോറുകൾ തമ്മിൽ തിരിയരുത്. ഞാൻ അവിടെ ശരിക്കും ആരും ഇല്ല, പക്ഷെ ഫുഡ് കുറേ റെസ്റ്റോറൻറ്റ്സ് കുറേ ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളത്? എന്തിനാ വന്നേ? നമ്മൾ വന്നു കഴിഞ്ഞാൽ എല്ലാ ഷോപ്പിലും ചുമ്മാ കയറും. വാങ്ങാനൊന്നും ആയിരിക്കില്ല, ചുമ്മാ കയറും. ചിലപ്പോൾ സാഹചര്യത്തിന് സമ്മർദ്ദം കൊണ്ട് വാങ്ങിയും പോവും അല്ലേ? ഈശ്വര. ഞങ്ങളിപ്പം ബോഡി ഷോപ്പിൽ വന്നേക്കാണ്. ഞങ്ങളുടെ പുറത്തുനിന്ന് ഒരു പെൺകൊച്ച് ഞങ്ങളോട് പറഞ്ഞു ഇതൊന്ന് ട്രൈ ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ ഫോഴ്സ്ഫുള്ളി ഇങ്ങോട്ടേക്ക് കയറിയേക്കുവാണ് കേട്ടോ. ട്രൈ ചെയ്തു. ഇത് ആക്ച്വലി നൈസാണ്. ബോഡി ബട്ടറാണ് ഇത്. ആക്ച്വലി ഈ ബോഡി ഷോപ്പിൽ ഐറ്റംസ് ഒക്കെ നല്ലതാണ്, നല്ല ക്വാളിറ്റി. അതെ. സോറി, ഐ എം സോ പോപ്പുലർ. ഐ ഹാവ് ബോട്ടിൽസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. എന്താ സ്മെല്ല് എനിക്ക് ആക്ച്വലി മറ്റേ ഹാൻഡ് ഇതിന് ഇഷ്ടപ്പെട്ടില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടോ? ഹാൻഡ് ക്രീം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇതൊക്കെ ക്രോഷേ ഐറ്റംസ് ആണേ. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ചെറി ബ്ലോസം, ക്രോഷേ ഫ്ലവർ വേസസ്.
ഇതൊക്കെ കീ ചെയിൻസ് ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ കീ ചെയിനാ. ഇതിനൊക്കെ എത്ര രൂപയാ? ബാഗ് ചാം ആൻഡ് കീ ചെയിൻ. ഹെയർ ക്ലിപ്പ്. ആക്ച്വലി എനിക്ക് ഇതൊക്കെ ഈ പൗച്ചൊക്കെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനൊക്കെ $25. ഞങ്ങളിപ്പോൾ കണ്ണി കണ്ട ഷോപ്സ് ഫുള്ളിങ്ങനെ കയറി ഇറങ്ങുക. ഇത് കിഡ്സിൻ്റെ സെക്ഷനാണ്. പക്ഷെ ഞങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അറിയത്തില്ല. കിഡ്സിൻ്റെയോ? വാ. പക്ഷേ ഇതൊക്കെ നല്ല സുഖമുള്ള മെറ്റീരിയലാണ്. ഹായ്. യൂ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. എനിക്കും വേണം ഇതുപോലത്തെ. എനിക്കിങ്ങനെ നല്ല ഭംഗിയുണ്ട്. എനിക്കിങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്തോ ആ സമയമാകുമ്പം എനിക്ക് മൂഡ് വരാറില്ല. ഇങ്ങനത്തെ ജാക്കറ്റും ഇല്ല. എൻ്റെ അമ്മയുടെ കയ്യിലുണ്ട് ഇങ്ങനത്തെ ഒരു ജാക്കറ്റ്. പക്ഷേ അടിച്ചു മാറ്റണം അത്. ഇതിൻ്റെ ഫുള്ള് ഗ്രീനാണ്. വന്നിട്ട് പുറത്തുനിന്നൊന്ന് നോക്കിയിട്ട് പോകാതിരിക്കുന്ന എങ്ങനെയാണ്? എൻ്റെ ചേട്ടൻ എപ്പോഴും ഇവിടെ ഈ സ്റ്റാർ വാർസിൻ്റെ ഫാനാണ്. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിൻ്റെ വില കണ്ടോ? $1350. ഓ മൈ ഗോഡ്. ഓ, കാണുമ്പോൾ തന്നെ എന്തോ വരാം. അത് ഇതാന്ന് തോന്നുന്നു. വേറെ വിച്ച്. ഓ വാവ്. അകത്ത് കയറത്തില്ല, കാരണം അകത്ത് കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ ചങ്കപ്പൊടി കിടില. പക്ഷെ എന്താണ് ഇത്രയും വില ഇതിന്? മൈ ഗോഡ്. അങ്ങനെ ആ മോളിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളിലും കയറി ഇറങ്ങിയിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് വന്നിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എപ്പം മീറ്റ് ചെയ്താലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണും. അതുകൊണ്ട് സമയം പോകുന്നത് അറിയാറേ ഇല്ല. ഇപ്രാവശ്യം ഏതാണ്ട് ഒരു 3-4 മണിക്കൂർ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും സമയം ഏതാണ്ട് 12:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്നു. അപ്പം ഞങ്ങൾ സബ്വേയിലോട്ട് വന്നതാണ്. ഒരു എന്താ പറയുക, സംഭവത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സമയം 11:54 ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണ് കേട്ടോ. സബ്വേ നിന്നാണ് വാങ്ങിയത്. അതെനിക്കറിയത്തില്ല, റോഷ് പറയുന്നതായിരിക്കും. എന്താണ് നമ്മൾ വാങ്ങിയത്? എന്താ? ഫുഡ് ലോങ്. അത് ഞങ്ങൾ 2ആയിട്ട് ഹാഫ് ആക്കി കഴിക്കുകയാണേ. സംഭവം ഞാൻ കുറച്ച് പേടിച്ചേട്ടോ, ഇത് കൊള്ളാമായിരിക്കുമോ, എങ്ങനെ ആയി വരും എന്നൊക്കെ ഉള്ളത്. പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സാധാരണ എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തതാണ്, പക്ഷെ ഇത് കൊള്ളാം. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്യാമല്ലോ. അതുകൊണ്ട് ഇത് കൊള്ളാം. കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ജ്വല്ലറി ഷോപ്പിൽ കയറി. ചുമ്മാ ഞങ്ങളെപ്പോഴും ചെയ്യാറുള്ളതാണ് കേട്ടോ, ഇങ്ങനെ കടകൾ തോറും ഇങ്ങനെ കയറി നടക്കുന്നത് ഞങ്ങളുടെ ഒരു ഹോബിയാണ്. അപ്പോൾ ഇവിടുത്തെ ചുമ്മാ ഒന്ന് നോക്കിയിട്ട് ഇൻ കേസ് വാങ്ങിക്കണം തോന്നുകയാണെങ്കിൽ വാങ്ങിക്കും. ഷോപ്പിൽ അത്യാവശ്യം വില കുറവാണ് കേട്ടോ എല്ലാത്തിനും. കുടിക്കാനായിട്ട് ബൂസ്റ്റിൽ വന്നതാണ്. അപ്പം ബൂസ്റ്റിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഈ ഒരു സ്പിന്ന് കറക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സംഭവം കിട്ടും. അത് തന്നെ. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണം. ആദ്യം റോഷ് ട്രൈ ചെയ്യുന്നതായിരിക്കും. അല്ലല്ല, നീ ട്രൈ ചെയ്തോ? വേണ്ട, നീ ട്രൈ ചെയ്. എന്ത് സാധനം? എന്ത്? ബൂസ്റ്റ് ജ്യൂസ് ബ്ലാക്ക് ടൗൺ ചെയ്യട്ടെ, എന്നിട്ട് വേണം എനിക്കത് ട്രൈ ചെയ്യാനായിട്ട്. റോഷ് ട്രൈ ചെയ്യാൻ പോവാണ്.
I could have gotten 20%. ഈശ്വര. You get a gym towel. There we go. താങ്ക് യു. Enjoy. താങ്ക് യു സോ മച്ച്. ജിമ്മിൽ പോകാത്ത എനിക്കൊരു ജിം ടവൽ കിട്ടിയിട്ടുണ്ട്. ജിമ്മിൽ പോകാൻ വേണ്ടിയാ? ഓ റിമൈൻഡർ ആയിരിക്കും എന്നോട് ഇത് പോകാനായിട്ട്. കൊള്ളാം. എനിക്ക് 10% ഓഫ് കിട്ടി. തോന്നു ഹാപ്പിയാണോ? ആ അങ്ങനെ എൻ്റെ ആണ് കേട്ടോ. എനിക്ക് തുടയ്ക്കാനായിട്ട് തുണി ഇല്ലാതിരിക്കുമായിരുന്നു. ഞാനും ഓർഡർ ചെയ്തു. എൻ്റെ ലിച്ചി ക്രഷ്. ഇതിൻ്റെ എന്തുവാ? ചോക്ലേറ്റ് വില്യം. അയ്യോ, എനിക്ക് ചോക്ലേറ്റ്, ഞാൻ അത്ര ചോക്ലേറ്റ് ഫാൻ അല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് ട്രൈ ചെയ്യുക. ലിച്ചി എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മിക്കപ്പോഴും ചൂസ് ചെയ്യുന്ന സാധനം ഫ്ലോപ്പ് ആവാറാണ് പതിവ്. ഇത് ഐ ഹോപ്പ് ഫ്ലോപ്പ് ആവത്തില്ല എന്ന്. ലിച്ചിയുടെ ടേസ്റ്റ് തന്നെ കുഴപ്പമില്ല, പക്ഷെ ഒരുപാടുണ്ട്. എനിക്ക് ഇത്രയൊന്നും കുടിക്കാൻ പറ്റത്തില്ല. സൂപ്പർ ആംബിയൻസ് ഉള്ള സ്ഥലത്ത് വന്നിരിക്കുകയാണേ. ഞങ്ങളത് എവിടെയായിരുന്നു, അവിടെ ഈ ഒരു എസ്കലേറ്റർ കയറിപ്പോയപ്പം കണ്ടതാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ അത് തപ്പി തപ്പി കുറേ നടന്നു. പക്ഷെ അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ എത്ര മണിക്കൂറായി നമ്മൾ? ഒരു 4 മണിക്കൂർ. 4 മണിക്കൂർ എന്തോ ആയി. ഇത്രയും ടൈം നമ്മളിവിടെ വർത്തമാനം പറഞ്ഞിരുന്നു. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനി എന്നാ കാണുന്നതെന്നുള്ളത് പറഞ്ഞിട്ട് പോവും. പക്ഷെ കാണണമെങ്കിൽ ഒരു 3 ഇവളായതുകൊണ്ട് 1 വർഷമെങ്കിലും എടുക്കും. ഭയങ്കര ബിസിയാണ്. അതുകൊണ്ട് എന്ന് കാണുമെന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. നാളെ ഒരു 12 മണിക്ക് കാണാം വീണ്ടും. അപ്പോൾ അല്ലല്ല ഇവരോട് ചാച്ച പറയുമല്ല, ഞാൻ നിന്നോട് ചാച്ച പറഞ്ഞു. എവിടെ 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 വഴി എവിടെ? ചാച്ച. ആ ശരി, കാണാം. അങ്ങനെ അവൾ പോയി. ഞാൻ ഉച്ചയ്ക്ക് ബസ് സ്റ്റേഷനിലോട്ട് പോവാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ സബോബിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 1:30 ആയപ്പം ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീക്ക്ലി ഗ്രോസറി ഷോപ്പിങ്ങിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആസ് യൂഷ്വൽ ഷോപ്പിങ്ങിന് പോകുന്നതിന് മുന്നേ ഒരു ലോങ് റൂട്ട് പിടിക്കുകയാണ്. ജസ്റ്റ് ഒരു ഈവനിങ് വാക്ക് കൂടെ ആവുമല്ലോ. ഇതിപ്പം ചേട്ടൻ്റെ ഫോണാണ് കേട്ടോ. ഞാൻ എൻ്റെ ഫോൺ എടുക്കാൻ മറന്നുപോയി. എന്നും ഞാൻ അങ്ങനെയാണ്, നടക്കാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ ഫോൺ എടുക്കാറില്ല. അപ്പം ആ ഒരു ഓർമ്മയിൽ ഞാൻ എൻ്റെ ഫോൺ എടുക്കാതെ ഇങ്ങനെ ഇറങ്ങി കേട്ടോ. അയ്യോ, ഇതെന്ത് ചാടും അടിക്കുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ. ഫോണിന് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും അതുകൊണ്ട് കുറച്ച് വിഷ്വലിൽ ഇച്ചിരി ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ഇതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങോട്ടാണ്, റൗസിൽ ടൗൺ സെൻറ്ററിലോട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഇങ്ങനെ നടന്ന് വരുന്ന വഴിക്ക് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടു. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കുകയാണ് കേട്ടോ. ചേട്ടൻ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ചേട്ടൻ ഒരു പീസ്ഫുൾ വഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. എനിക്കൊന്ന് ഇരിക്കാൻ തോന്നിയതേ ഉള്ളൂ, അല്ലാണ്ട് അത്ര വലിയ പീസ്ഫുൾ ആണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്കിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ആംബിയൻസ് ഉള്ള സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കോൾസിലാണ് കേട്ടോ വന്നത്. കാര്യമായിട്ടൊന്നും വാങ്ങാനില്ലായിരുന്നു, എന്നാലും 1-2 ഐറ്റംസൊക്കെ തീർന്നിരിക്കുമായിരുന്നു. അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. ഓർമ്മയുണ്ടോ നമ്മുടെ ABC അതിൻ്റെ ഒരു വേറൊരു ഫിഷാണിത്. എനിക്ക് ദുബായ് ചോക്ലേറ്റ് കുറേ നാളുകൊണ്ട് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഇതൊരു ട്രൈ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഒരു ചെറിയ വേർഷൻ കണ്ടപ്പോൾ ഞങ്ങൾ വാങ്ങിക്കുകയാണ്. $10 എന്നാലും ഞങ്ങൾ ഇപ്പം ചോക്ലേറ്റ് അങ്ങനെ വാങ്ങുന്നില്ല. ചോക്ലേറ്റ് ഇൻ ദ സെൻസ് അൺഹെൽത്തി ചോക്ലേറ്റ്സ് വാങ്ങുന്നില്ല.
അപ്പോൾ ഇത് വേണോ വേണ്ട എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. $10 ടോബ്ലറോൺ കിട്ടും. $10 മറ്റേ ടോബ്ലറോൺ കിട്ടും. പക്ഷെ അത് വേണ്ട, അത് ഭയങ്കര അൺഹെൽത്തിയാണ്. ഇത് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ വേണോ വേണ്ട എന്ന് എനിക്കറിയത്തില്ല. നമ്മളെന്തിനാണ് ശരിക്കും ഈ ചോക്ലേറ്റ് സെക്ഷനിൽ വന്നേന്ന് തന്നെ എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ ഞങ്ങളിങ്ങനെ ഫുൾ ആയാലും ചോക്ലേറ്റ് ഏഷ്യൻ സെക്ഷൻ, ഇത് ചോക്ലേറ്റ് സെക്ഷൻ അല്ല, ഏഷ്യൻ സെക്ഷൻ. ഏഷ്യൻ സെക്ഷനാണ്. പക്ഷെ ഇവിടെ കുറേ ചോക്ലേറ്റ്സ് ആയിരിക്കും, ഏഷ്യയിലുള്ള ചോക്ലേറ്റ്സ് ആയിരിക്കും. ഏഷ്യ അല്ല, ഇന്റർനാഷണൽ. ഇപ്പോൾ യുണൈറ്റഡ് കിങ്ഡം, മെക്സിക്കൻ, ഇന്ത്യ കഴിഞ്ഞ്. എന്ത് വേണം? ടോബ്ലറോൺ വാങ്ങാവുന്നേ ഉള്ളൂ. വലിയ ഞാനിപ്പം വെജിറ്റബിൾ മറ്റേ രീതിയിൽ വാങ്ങിക്കുന്നത് നിർത്തിയിട്ട് ഫ്രോസൺ സെക്ഷനിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഹെൽത്തി ആണെന്നാണ് കേട്ടോ, 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് അരിയേണ്ട കാര്യമില്ലല്ലോ. അത്യാവശ്യം എനിക്ക് തോന്നുന്നു അതാണ് തോന്നുന്നത് എക്കണോമിക്കലും. അപ്പോൾ ഞാൻ 2 kg വരുന്ന ഒരു മിക്സ്ഡ് വെജിറ്റബിൾസ് ആണ്. ക്യാരറ്റ് ഉണ്ട്, കോൺ ഉണ്ട്, പീസും ഉണ്ട്. അപ്പം ഇത് എത്ര നാളേക്കും? ബെസ്റ്റ് ബിഫോർ എഴുതിയിട്ടില്ല. ക്യാരറ്റൊക്കെ ഭയങ്കര വലുതായിട്ട് കട്ടിയിട്ടിരിക്കുന്നു. ഞങ്ങൾ കുറച്ച് എടുത്ത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച ആദ്യം, കാരണം 2 kg എന്നൊക്കെ പറയുമ്പോൾ ഒരുപാടാണ് കേട്ടോ. അപ്പം ഇത് ബെസ്റ്റ് ബിഫോർ 2028. ആൻഡ് ബൈ ദ വേ ഞങ്ങൾ ദുബായ് ചോക്ലേറ്റ് വാങ്ങി കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വേറെ ഫ്രോസൺ സെക്ഷനുണ്ട്, അത് 4.5 സ്റ്റാർ റേറ്റിംഗ്. അത് എനിക്കത് ഫ്രൈ ചെയ്യുമ്പോഴാണ് അത് ചിപ്സ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പം ദുബായ് ചോക്ലേറ്റ് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിസ്താഷ്യോ ആണ്, ഇഷ്ടമാവുമെന്ന് അറിയത്തില്ല. എന്നാൽ അന്നൊക്കെ ആൾക്കാർ കുറേ ട്രൈ ചെയ്യുമ്പോൾ ഞങ്ങൾക്കും ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് കേട്ടോ അതിനുള്ള ഒരു സാഹചര്യം കിട്ടിയത്. അന്ന് എനിക്കൊന്ന് ഇവിടെ അധികം വന്നിട്ടുണ്ടായിരുന്നില്ല. അല്ല, മറ്റേത് മാത്രമേ വന്നിട്ടുള്ളായിരുന്നുള്ളൂ, ഇങ്ങനത്തെ വന്നിട്ടില്ലായിരുന്നു. നല്ല വിലയുമായിരുന്നു കേട്ടോ. നോക്കട്ടെ. കുഴപ്പമില്ല, വാ. കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടമായി. കൊള്ളാം അല്ലേ? ബേർത്തായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നില്ല, കാരണം എനിക്കൊന്ന് ഇപ്പം തന്നെ നല്ല ലെങ്തി ആയി. അപ്പോൾ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് do like, share and subscribe to my channel. See you in my next vlog. Till then, ta-ta!